Thank you. എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. Thank you for the privilege to be here. ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് ഒരു വലിയ പദവിയായിട്ട് ഞാൻ കരുതുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. I am going to talk about the Apostle Peter. And in many ways, his story resembles my life, just as his story resembles your life. ഇന്ന് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിനെ കുറിച്ച് പറയണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പല വിധത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം അല്ലെങ്കിൽ തൻ്റെ കഥ എൻ്റെ ജീവിതവുമായി വളരെയധികം സാമ്യമുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതവുമായും അത് അപ്രകാരം തന്നെ ആയിരിക്കാം. I grew up always a Christian in my family house, always worshiping God and knowing God. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിക്കുകയും വളർത്തപ്പെടുകയും ചെയ്തത്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു പതിവ് ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഞാനും ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. I'm married. I've got 4 children, 9 grandkids. I'm a blessed man by many standards. ഞാൻ വിവാഹം കഴിച്ചു. എനിക്ക് 4 മക്കളും 9 കൊച്ചുമക്കളും ഉണ്ടായി. വളരെ സന്തോഷകരമായിരിക്കുന്ന ദൈവം അനുഗ്രഹിച്ചതായിരിക്കുന്ന ഒരു കുടുംബ ജീവിതമാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. A little bit of a funny story. About 5 years ago, they asked me to be part of a drama, the John drama. John drama. You know the book John? Yes. Yeah. ഏതാണ്ട് 5 വർഷത്തിന് മുമ്പ് വളരെ രസകരമായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഒരു യോഹന്നാന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനെ ആസ്പദമാക്കി എഴുതിയായിരിക്കുന്ന ഒരു നാടകത്തിൽ അതിൽ പങ്കാളിയാകാൻ അതിൽ അഭിനയിക്കുവാനായിട്ട് എന്നെയും അവർ ക്ഷണിച്ചു. So they said, I can be one of the disciples. അപ്പോൾ എനിക്ക് ഒരു അപ്പോസ്തലന്റെ വേഷം തരാമെന്നാണ് അവർ പറഞ്ഞത്. So I thought to myself, I'd love to be John. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നി എനിക്ക് യോഹന്നാന്റെ വേഷമായിരിക്കും ഒരു പക്ഷേ നന്നായിട്ട് ചേരുക എന്ന് ഞാൻ വിചാരിച്ചു. We know Jesus loved John. Why not? നമുക്കറിയാം യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനാണ്. അതുകൊണ്ട് യോഹന്നാന്റെ വേഷം ഒരു നല്ല വേഷമായിരിക്കും എന്ന് ഞാൻ കരുതി. Then I thought to myself, maybe I should be Peter. എന്നാൽ അതിനുശേഷം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരു പക്ഷേ എനിക്ക് പത്രോസ് ആകുന്നതും കുഴപ്പമില്ലാത്ത കാര്യമാണ്. പത്രോസ് ആകുന്നത് നല്ല കാര്യം തന്നെയാണ്. Since I was young, I wanted to have a sword and chop off people's ears. ഒരു പക്ഷേ ഞാനൊരു യുവാവായതുകൊണ്ട് എൻ്റെ അരയിൽ കെട്ടിരിക്കുന്ന വാളെടുത്ത് അടുത്ത് നിൽക്കുന്നവൻ്റെ കാതറക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു നല്ല അനുഭവമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. And then on the night they said who I am, I was Judas. എന്നാൽ ഈ വേഷങ്ങൾ തീരുമാനിച്ചതായിരിക്കുന്ന അന്ന് രാത്രിയിൽ അവർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, താങ്കളുടെ വേഷം യൂദായുടെ വേഷം. I was the one that will betray Jesus by kissing him. അത് എൻ്റെ വേഷം എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന യൂദായുടെ വേഷമാണ്. യേശുവിനെ ഒരു ചുംബനത്തിൽ കൂടി ഒറ്റിക്കൊടുത്ത യൂദായുടെ വേഷമാണ് എനിക്ക് കിട്ടിയത്. It was really tough for me to do that. അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. എനിക്കത് ചെയ്യുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. But God used that to show me that in many ways I am Judas. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവം ആ ഒരു വേഷത്തോടുള്ള ബന്ധത്തിൽ, ആ ഒരു അനുഭവത്തോടുള്ള ബന്ധത്തിൽ എന്നെ കാണിച്ചു തന്നു. എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളോടുള്ള ബന്ധത്തിലും ഞാൻ യൂദായെ പോലെയാണ്, തന്നെ പോലെയുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. That was a long time ago, and now I'm in India, loving your hospitality. അത് വളരെ നാളുകൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലെ നിങ്ങളുടെ സ്നേഹത്തിലും ആതിഥ്യത്തിലും ആയിരിക്കുന്നു. വളരെ സന്തോഷകരമായിരിക്കുന്ന അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. So I thought, this is my chance. I'll look at Peter. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു പത്രോസിനെ കുറിച്ച് പറയുവാന്, പത്രോസിന്റെ ജീവിതവുമായി താതാത്മ്യപ്പെടുവാനുള്ള ഒരു അവസരമാണ് എനിക്കിപ്പോൾ വന്നിരിക്കുന്നത്. അത് ആ രീതിയിൽ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. It's a story of failure, forgiveness, and ends up in fire. പ്രിയമുള്ളവരെ, പത്രോസിന്റെ ജീവിതം എന്ന് പറയുന്നത് പരാജയത്തിന്റെ, അതിനുശേഷം തന്റെ തനിക്ക് പാപക്ഷമ ലഭിച്ചതിന്റെ വളരെ തീക്ഷ്ണതയോടുകൂടി താൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഒരു ജീവിതമാണ് പത്രോസിന്റെ ജീവിതം. One day Jesus was teaching to a whole lot of people on the edge of the sea. നമുക്കറിയാം യേശു ഒരു ദിവസം കടൽക്കരയിൽ നിന്ന് വളരെയധികം പുരുഷാരത്തോട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. He saw there were fishermen with their boat fixing their nets.
അപ്പോൾ താൻ ചുറ്റും നോക്കിയപ്പോൾ അവിടെ ചില മുക്കുവന്മാരിരുന്ന് അവരുടെ പടകിലിരുന്ന് തങ്ങളുടെ വലകൾ നന്നാക്കുന്നതായിട്ട് താൻ ഇങ്ങനെ കണ്ടു. He asked one of them, "Can you row me in a little bit into the sea?" അപ്പോൾ അവരിൽ ഒരുത്തനോട്, ഒരു മുക്കുവനോട് കർത്താവ് ഇങ്ങനെ ചോദിച്ചു, എന്നെ ഈ പടകിൽ കയറ്റി അല്പം കരയിൽ നിന്ന് അല്പം വെള്ളത്തിലേക്ക് അകത്തേക്ക് ഈ പടകൊന്ന് മാറ്റുവാനായിട്ട് സാധിക്കുമോ? That man was Peter. നമുക്കറിയാം ആ മനുഷ്യൻ പത്രോസായിരുന്നു. He rowed Jesus in a little bit, and Jesus kept on talking to the crowd. നമുക്കറിയാം പത്രോസ് തൻ്റെ വള്ളം ഈ കുറച്ചുകൂടെ ആ കടലിലേക്ക് ഇറക്കി. കർത്താവ് ആ വള്ളത്തിലുണ്ടായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് കർത്താവ് ആ ജനത്തോട് സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നു. When he was finished, he said to Peter, "Take your boat in deep and throw in your net to catch some fish." കർത്താവ് ആ ജനത്തോട് സംസാരിച്ചതിന് ശേഷം അത് തീർന്നപ്പോൾ താൻ പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ ഈ വള്ളം കുറച്ചുകൂടി മുന്നോട്ട് ആഴക്കടലിലേക്ക് നീക്കി അവിടെ വല വീശുക എന്ന് താൻ പറഞ്ഞു. Peter said, "We've been fishing there the whole night. We know one thing, there is no fish there." കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും ഈ കടലിൽ വല വീശുകയായിരുന്നു, അധ്വാനിക്കുകയായിരുന്നു. ഒരു കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഈ കടലിൽ ഇനി മീനൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനോടകം കിട്ടിയിരുന്നേനെ എന്ന് പത്രോസ് പറഞ്ഞു. But because you ask me, I'll row in and I'll throw in my net. എന്നാൽ നീ ഇപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട്, നീ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ വല ഇറക്കാം എന്ന് പത്രോസ് മറുപടി പറഞ്ഞു. So he did it, and the next moment the net was so full of fish it started to tear. നമുക്കറിയാം ആ പത്രോസ് കർത്താവിൻ്റെ വാക്കിന് ആ വല ഇറക്കി, കടലിലേക്ക് തന്നെ വല ഇറക്കി. അതിന് ശേഷം ഉണ്ടായ കാര്യം നമുക്കറിയാം. ആ വലയിൽ പെരുത്തതായിരിക്കുന്ന വളരെ വലിയ ഒരു മീൻകൂട്ടം അകപ്പെട്ട് ആ വല കീറാറായി എന്ന് നാം കാണുന്നു. He called some of his friends that was in another boat and say, "Come, help quickly." താൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അടുത്തുണ്ടായിരുന്ന മറ്റ് സ്നേഹിതന്മാരെ, പടകുകാരെയൊക്കെ വിളിച്ചു, വരുവിൻ, എന്നെ സഹായിക്കുക, ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ് അവരെ മാടി വിളിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. The Bible tells us they filled both boats with fish. അവിടെ 4 പടകിൽ നിറച്ച് മീനുകൾ അവർക്ക് ലഭിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. When they reached the beach with Jesus there, Peter fell on his knees before Jesus. നമുക്കറിയാം അവരുടെ കരയിലേക്ക് വന്നപ്പോൾ പത്രോസ് ആ പടകിൽ നിന്ന് ഇറങ്ങി കർത്താവിൻ്റെ കാൽക്കൽ വീണു എന്ന് നാം കാണുന്നു. And he said, "Lord, go away from me. I'm an evil man, full of wrongdoings." പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ എന്നെ വിട്ടു പോകണം, കാരണം ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് നീ എന്നെ വിട്ടു പോകണമെന്ന് താൻ പറഞ്ഞു. And Jesus looked at Peter and he said, "I'm going to teach you to fish for men." എന്നാൽ കർത്താവ് എന്താണ് തന്നോട് പറഞ്ഞത്? കർത്താവ് തന്നോട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, അതാണ് ഞാൻ നിന്നെ കൊണ്ട് ചെയ്യുവാനായിട്ട് പോകുന്നത്. Come, follow me. എന്നെ അനുഗമിക്കുക എന്ന് താൻ പത്രോസിനോട് പറഞ്ഞു. And Peter left his boat and his net and all the fish that they just caught, and his friends left their boat and their net and all the fish just there and followed Jesus. പത്രോസ് താന് തൻ്റെ പടകിനെയും തൻ്റെ വലയും, നമുക്കറിയാം വലയിൽ വളരെ വലിയ ഒരു മീൻ കൂട്ടം ഇപ്പോൾ ഉണ്ട്, അതിനെയും തൻ്റെ കൂട്ടുകാരെയും അവരുടെ പടകിനെയും വലയെയും എല്ലാം വിട്ടിട്ട് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് മുന്നോട്ട് പോയി. So you can see Peter was called by grace. നമുക്കറിയാം പത്രോസിനെ കർത്താവ് വിളിച്ചിരിക്കുന്നു, തൻ്റെ കൃപയാൽ കർത്താവ് പത്രോസിനെ വിളിക്കുകയാണ് ചെയ്തത്. One day Jesus said to his followers, "You go with your boat so long, I'm going off to pray." അപ്പോൾ ഒരു ദിവസം അതിനുശേഷം ഉണ്ടായ സംഭവം നമുക്കറിയാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പടക് കയറി അക്കരയ്ക്ക് പോവുക, ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യുവാനായിട്ട് പോവുകയാണ്. He went up and prayed till early morning of the night. അപ്പോൾ കർത്താവ് ആ മലയിലേക്ക് കയറിപ്പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് ഏതാണ്ട് പുലർച്ചെ വരെ താൻ അവിടെ പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. His followers was quite a way into the sea already. എന്നാൽ തൻ്റെ ശിഷ്യന്മാർ അവർ കർത്താവ് പറഞ്ഞതുപോലെ പടക് കയറി അവർ മുന്നോട്ട് പോയി. അവർക്ക് ഏതാണ്ട് ആ നദിയുടെ അല്ലെങ്കിൽ ആ കടലിൻ്റെ നടുഭാഗത്ത് എത്തി എന്ന് നമ്മൾ കാണുന്നുണ്ട്. They saw something through the mist. അവിടെ ആ ഒരു മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ, മുടൽ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ അവർ ചില കാഴ്ച കണ്ടു. Look, there's a ghost. അതാ ഒരു ഭൂതം എന്ന് പറഞ്ഞ് അവർ ആശ്ചര്യപ്പെട്ടു. Then Jesus said, "Don't be afraid, it is me." എന്നാൽ കർത്താവ് പറഞ്ഞു, അത് ഭൂതമല്ല, ഇത് ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന്
പറഞ്ഞവരെ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമ്മൾ And Peter's heart was filled with excitement. പത്രോസ് ഈ ഒരു വാക്ക് കേട്ടപ്പോൾ, കർത്താവിനെ കണ്ടപ്പോൾ തനിക്ക് വളരെയധികം സന്തോഷമായി, താൻ വളരെ ആവേശഭരിതനായി തീർന്നു. Jesus, I want to walk on the water like you. കർത്താവേ, നീ ഇപ്പോൾ ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടി നടക്കുന്നത് പോലെ എനിക്കും ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടി നടക്കണമെന്ന് പത്രോസ് ആവശ്യപ്പെട്ടു. Come to me, says Jesus. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കിലേക്ക് വരിക. And Peter got out of the boat and he started walking towards Jesus on the water. നമുക്കറിയാം, പത്രോസ് ആ പടകിൽ നിന്ന് ഇറങ്ങി ആ വെള്ളത്തിലേക്ക് കാല് വെച്ചു താൻ അങ്ങോട്ട് മുന്നോട്ട് നടക്കുവാനായിട്ട് തുടങ്ങി. But then he saw the big waves. എന്നാൽ വലിയ തിരകള് കണ്ടിട്ട് താൻ ഭയപ്പെട്ടു പോയി എന്ന് നാം വായിക്കുന്നു. And he started to be afraid. താൻ ഭയപ്പെട്ടു പോയി. തന്റെ മുമ്പിൽ കണ്ടതായിരിക്കുന്ന ആ തിരമാലകൾ കണ്ട് താൻ ഭയചകിതനായി തീർന്നു. And he cried out, Lord, help me. കർത്താവേ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് താൻ ഉറക്കെ നിലവിളിച്ചു. Jesus reached out his hand and pulled Peter out of the water. നമുക്കറിയാം, കർത്താവ് തന്റെ വലം കൈ നീട്ടി പത്രോസിനെ പിടിച്ച് ആ പടകിലേക്ക് തന്നെ കയറ്റിയതായിട്ട് നമ്മൾ കാണുന്നു. They reached the boat and they got into the boat. നമുക്കറിയാം, അവര് രണ്ടുപേരും ആ പടകിലേക്ക് കയറി. And the next moment they reached the other side where they were heading to. അടുത്ത നിമിഷം അവർ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ആ കരയിലേക്ക് അവർ എത്തിപ്പോയി എന്ന് നാം വായിക്കുന്നു. So there was a time in Peter's life പ്രിയമുള്ളവരെ, പത്രോസിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സമയമുണ്ടായിരുന്നു where his faith was tested. തന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന, വിശ്വാസത്തെ ശോധന ചെയ്തതായിരിക്കുന്ന ആ ഒരു സമയം. What did he do? അപ്പോൾ എന്താണ് താൻ ചെയ്തത്? He cried out to Jesus. പ്രിയമുള്ളവരെ, തനിക്ക് അങ്ങനെയുള്ളൊരു പരിശോധന വന്നപ്പോൾ, പ്രയാസമുള്ള അനുഭവം വന്നപ്പോൾ താൻ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. And then there's many other stories about Peter and his walk with Jesus. നമുക്കറിയാം, കർത്താവിനോടൊപ്പം നടന്നതായിരിക്കുന്ന പത്രോസിന്റെ ജീവിതത്തിലെ അനേക സംഭവങ്ങൾ, അനേക കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. And then one night Jesus ate with his followers the Passover. നമുക്കറിയാം, ഒരു രാത്രിയിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിച്ചു. They went up to the mountain and Jesus prayed. അതിനുശേഷം അവർ ആ മലയിലെ തോട്ടത്തിലേക്ക് പോയി കർത്താവോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. Pleaded with his father that he doesn't need to drink the bitter cup. ആ കയ്പ് നിറഞ്ഞതായിരിക്കുന്ന പാനപാത്രം കുടിക്കാതിരിക്കുവാനായിട്ട് പിതാവിനോട് താൻ അവിടെ കരഞ്ഞ് അപേക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നു. But keep on saying, let your will be done. എന്നാൽ താൻ അതിന്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവേ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. At some point they were talking and Jesus was telling them, I'm going to be arrested and I will be killed. എന്നാൽ അതിനിടയിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, എന്നെ അവർ വന്ന് പിടിക്കും, ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും. And Peter said, I will never allow that. I'll go with you. I'll die with you. അപ്പോൾ പത്രോസ്, കർത്താവ് തന്നെ പിടിക്കപ്പെടും, അവർ തന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് അവിടെ പറയുകയുണ്ടായി, കർത്താവേ, അതൊരിക്കലും സംഭവിക്കില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല, ഞാൻ നിന്നോടുകൂടെ മരിക്കുവാൻ തന്നെ ഒരുങ്ങിയിരിക്കുന്ന ആളാണ്. After Jesus prayed, they went down the hill and then they saw Judas with a whole heap of soldiers behind him. നമുക്കറിയാം, കർത്താവ് താൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം തന്റെ ശിഷ്യന്മാരുമായ മലയിൽ നിന്ന് താഴേക്ക് വന്നപ്പോൾ താഴെ അതാ ഒരു വലിയ ആൾക്കൂട്ടം, യൂദാ ഇസ്കറിയോത്തി അവരുടെ കൂടെയുണ്ട്. യൂദായുടെ നേതൃത്വത്തിൽ ഒരു വലിയ പടയാളികളുടെ കൂട്ടം അവിടെ കർത്താവിനെ പിടിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. And Judas came and he kissed Jesus and says, this is the man you've got to arrest. നമുക്കറിയാം, അവിടെ യൂദാ ഇസ്കറിയോത്തി മുന്നോട്ട് വന്ന ഗുരു വന്ദനം എന്ന് പറഞ്ഞ് തന്നെ ചുംബിക്കുന്നു, മറ്റുള്ളവർക്ക് ഒരു അടയാളം കൊടുക്കുന്നു, ഇതാണ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി. And Simon Peter, അപ്പോൾ പത്രോസ്, who had a sword, drew it. നമുക്കറിയാം, പത്രോസ് എന്താണ് ചെയ്തത്? താൻ തന്റെ അരയിൽ കെട്ടിയിരുന്ന ആ വാള് ഊരിയെടുത്തു. And he struck the high priest's servant, cutting off his right ear. അപ്പോൾ മഹാപുരോഹിതന്റെ സേവകനായിരുന്ന വ്യക്തിയുടെ നേരെ ആ വാളോങ്ങി തന്റെ പെടലി വെട്ടുവാനായിട്ട് താൻ തുനിഞ്ഞു. എന്നാൽ തന്റെ ചെവി താൻ വെട്ടി അറുത്തതായിട്ട് നമ്മൾ കാണുന്നു. The servant's name was Malchus, and we'll come back to him. ആ ദാസന്റെ പേര് മാൽക്കസ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളൊക്കെ അതിലേക്ക് പിന്നെ തിരികെ വരാം. But Jesus said to Peter, put your sword away. എന്നാൽ കർത്താവ് എന്താണ് പത്രോസിനോട് പറഞ്ഞത്? നിന്റെ വാൾ ഉറയിലിടുക, വാൾ എടുക്കേണ്ട ആവശ്യമില്ല. Shall I not drink the cup the Father has given me? പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് താൻ ചോദിക്കുകയുണ്ടായി. So there was a time where Peter
dealt with zeal without wisdom. Can you see that? നമുക്കറിയാം പത്രോസിന്റെ ജീവിതത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇത് തന്റെ ജീവിതത്തിലെ മറ്റൊരു അനുഭവമാണ്. താൻ വളരെ എരിവോടുകൂടി തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ അതിനാവശ്യമായിരിക്കുന്ന ദൈവിക വിവേകമോ ജ്ഞാനത്തോടു കൂടിയല്ല താൻ ആ പ്രവൃത്തി ചെയ്തത്. And Jesus, at some point, he said, when Peter was full of zeal and said, I will go with you everywhere and I will die with you, Jesus said to him, you will deny me. പത്രോസ് കർത്താവിനോട് കൂടി ഇരുന്നപ്പോൾ കർത്താവിന് വേണ്ടി വളരെ എരിവോടുകൂടി താൻ പ്രവർത്തിക്കുകയും പിൻപറ്റുകയും ചെയ്തിരുന്ന ഒരു സമയം പത്രോസ് ഇപ്രകാരം പറയുകയുണ്ടായി, കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും, എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, ഞാൻ നിന്നെ അനുഗമിക്കും. എന്നാൽ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയാൻ പോവുകയാണ്, നീ എന്നെ തള്ളിപ്പറയും. And you will do it before the rooster crows. ഒരു കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യതയോടുകൂടി കർത്താവ് ആ ഒരു കാര്യം പത്രോസിനോട് പറയുന്നത് നമ്മൾ വായിക്കുന്നു. When Jesus was arrested, all his followers fled into the night. നമുക്കറിയാം, അന്ന് കർത്താവിനെ അവർ പിടിച്ചപ്പോൾ, പടയാളികൾ വന്ന് ആ തോട്ടത്തിൽ നിന്ന് കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി എന്ന് നാം വായിക്കുന്നു. But Peter and John was following Jesus at a little bit of a distance. എന്നാൽ പത്രോസും യോഹന്നാനും അവരെന്താണ് ചെയ്തത്? മറ്റുള്ള ആളുകൾ ഓടിപ്പോയപ്പോൾ ഇവരെ കർത്താവിന്റെ ഒപ്പം നിന്നില്ല, എന്നാൽ കുറച്ചകലം വിട്ട് കുറച്ച് മാറി മാറി അവർ കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് കർത്താവിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുവാനായിട്ട് പുറകെ പോയി എന്ന് നമ്മൾ വായിക്കുന്നു. At some point, one of the people around came to Peter and said, you are one of Jesus' followers, aren't you? അപ്പോൾ അവരങ്ങനെ പോകുന്ന സമയത്ത് ചില ആളുകൾ ഈ ശിഷ്യന്മാരെ കണ്ടിട്ട്, പത്രോസിനെ കണ്ടിട്ട് ഒരുവൻ അവനോട് ചോദിച്ചു, ഈ നീയും അവന്റെ കൂടെയുള്ള യേശുവിന്റെ കൂടെയുള്ള ഒരുത്തനല്ലയോ? No, said Peter, I don't know him. അല്ലല്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, ഞാൻ അവന്റെ ആളല്ല എന്ന പത്രോസ് അവിടെ മറുത്തു പറയുന്നതായിട്ട്, തള്ളി പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. A little bit later, somebody else looked at him and said, you're definitely one of Jesus' followers. ഓ, നീ അവന്റെ കൂടെയുള്ളവൻ തന്നെ, എനിക്കറിയാം എന്ന് താൻ ആ പറഞ്ഞ ആള് പറഞ്ഞപ്പോൾ, അല്ല, ഞാൻ അങ്ങനെ അല്ല എന്ന് താൻ വീണ്ടും മറുത്തു പറഞ്ഞായിട്ട് നമ്മൾ വായിക്കുന്നു. Peter looked at him and he said, I don't know what you're talking about. ഓ, നീ എന്താണ് പറയുന്നത്? നീ എന്തിനെ കുറിച്ചാണ്, ആരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പത്രോസ് അവിടെ പറയുകയുണ്ടായി. And a third time, somebody saw Peter and she said to him, you've cut off the ear from one of my family members. അതിനുശേഷം പത്രോസിനെ കണ്ടിട്ട് മറ്റൊരു വ്യക്തി പത്രോസിനോട് പറഞ്ഞു, എടാ, നീ എല്ലായിരുന്നു അന്ന് ആ തോട്ടത്തിൽ വെച്ച് എൻ്റെ ഒരു എൻ്റെ ചാർച്ചക്കാരൻ്റെ കാതർത്ത വ്യക്തി, എനിക്കറിയാം, നീ തന്നെയാണത്. You're definitely one of his followers. നീയാണ് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന വ്യക്തി, നീയാണ് ആ വാളൂരി എൻ്റെ ചാർച്ചക്കാരൻ്റെ കാതർത്ത വ്യക്തി. And again Peter says, I do not know that man. എന്നാൽ എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യവും അറിയത്തില്ല, അങ്ങനെ ഒരാളെയും അറിയത്തില്ല എന്ന് പത്രോസ് അവിടെ മറുത്തു പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. And then he hears a cock crow. ഓ, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? നമ്മൾ കാണുന്നു, കോഴി കൂവുന്നു. കോഴി കൂവുന്നതായിരിക്കും ശബ്ദം കേൾക്കുന്നു, പത്രോസ് അത് കേൾക്കുന്നു. And he actually saw Jesus looking at him. എന്നാൽ ആ ഒരു പ്രത്യേക സമയത്ത് കോഴി കൂകിയപ്പോൾ തന്നെ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. Can you imagine the devastation that Peter felt at that moment? ഓ, പത്രോസിന്റെ മനസ്സിൽ കൂടി കടന്നുപോയ വിചാരങ്ങൾ, അവന്റെ ഹൃദയത്തിൽ ഉണ്ടായതായിരിക്കുന്ന വിചാരങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മൾക്കൊന്ന് ചിന്തിക്കുവാൻ സാധിക്കുമോ? He was so sure of himself. അവനെക്കുറിച്ച് വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ടാണ് താൻ ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുകയും ചെയ്തത്. He was convinced about his ability to stay with Jesus. കർത്താവിനൊപ്പം ഉറച്ചു നിൽക്കുവാൻ, തന്നോടുകൂടെ മരിക്കുവാൻ ആവശ്യമെങ്കിൽ മരിക്കുവാൻ തന്നെ ഉള്ള തന്റെ കഴിവിൽ പത്രോസിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. He didn't stay with him. He even denied him. നമുക്കറിയാം, എന്നാൽ പത്രോസ് എന്താണ് ചെയ്തത്? കർത്താവിനൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, ആവശ്യം വന്നപ്പോൾ കർത്താവിനെ തള്ളിപ്പറയുവാനായിട്ട് താൻ ഇടയായി തീർന്നു. One thing when we learn these stories is that we must be accurate. പ്രിയമുള്ളവരെ, ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, നാം കൃത്യതയുള്ളവരായിരിക്കണം, വ്യക്തതയുള്ളവരായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. When you listen to this, do you think I was accurate when I said that last servant said to him, you chopped off the ear from one of my family members? ഞാൻ അവസാനത്തെ ആള് പത്രോസിനോട്, നീ എൻ്റെ ചാർച്ചക്കാരൻ്റെ ചെവി അറുത്ത് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം കൃത്യതയുള്ളതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ആ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവോ?
Can you look in your Bibles and see that it's written there? അവിടെ അങ്ങനെ പറഞ്ഞതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളത് വായിച്ചിരുന്നുവോ? Is it written there? No. Yes? Is it written there? Is it written? അവിടെ എഴുതിയിട്ടുണ്ടോ അത്? Luke 22. ലൂക്കോസ് 22 അധ്യായത്തിന്റെ 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. We'll just read that. 54:62. Lucas 22, 54 to 64, right? ഓക്കെ, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ലൂക്കോസ് 22 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. അവൻ തീവട്ടത്തിനരികെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ട് അവനെ ഉറ്റുനോക്കി, ഇവനും അവനോടുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. കുറഞ്ഞവന് കഴിഞ്ഞിട്ട് മറ്റൊരുത്തൻ അവനെ കണ്ടു, നീയും അവരുടെ കൂട്ടത്തിലുള്ളവനെന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാൻ അല്ല എന്ന് പറഞ്ഞു. ഏകദേശം 1 മണി നേരം കഴിഞ്ഞപ്പോൾ വേറൊരുവൻ, ഇവനും അവനോടുകൂടി ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂവി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. Some translations got it in, but the NIV and the NLT haven't got it in. Yours Okay. not got No, it in. it was not there. Not there. Okay. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഇല്ല. നമ്മൾ പറഞ്ഞായിരിക്കുന്ന ആ കാര്യം അവിടെ ഇല്ല. Makes a good story though. ഓക്കെ, പക്ഷേ പറയുമ്പോൾ അതൊരു നല്ല കഥയാണ്. The fact of the matter is, Peter relied on himself that he's not going to leave Jesus, and yet he even denied him. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ കഥ നമ്മളിങ്ങനെ പറഞ്ഞുവെങ്കിലും ആ കഥയുടെ സാരം എന്ന് പറയുന്നത് പത്രോസ് തൻ്റെ കഴിവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും, കർത്താവിനെ പിൻപറ്റും, അവന് വേണ്ടി മരിക്കുവാനായിട്ട് ഞാൻ ഒരുക്കമുള്ളവനാണ് എന്ന് പറഞ്ഞെങ്കിലും അവസരം വന്നപ്പോൾ താൻ കർത്താവിനെ പിൻപറ്റിയില്ല, അവനെ അനുഗമിച്ചില്ല, അവനെ തള്ളിപ്പറയുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമ്മൾ കണ്ടു. And then Jesus died, as you know. നമുക്കറിയാം അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കുന്നുണ്ട്. കർത്താവ് കാൽവറി ക്രൂശിൽ കൊല്ലപ്പെട്ടു, താൻ മരിച്ചു. And the ladies went to put some balms on him. എന്നാൽ അതിനുശേഷം തൻ്റെ ശരീരത്തിൽ ലേപനം ചെയ്യുവാനായിട്ട് സുഗന്ധദ്രവ്യങ്ങളുമായി ഈ പറഞ്ഞ സഹോദരിമാരൊക്കെ തൻ്റെ കല്ലറയുടെ അടുക്കിലേക്ക് പോയി. And they saw his tomb was empty. എന്നാൽ തൻ്റെ കല്ലറ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടാണ് അവർക്ക് കാണപ്പെട്ടത്. And they went and told his followers, his disciples. തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഈ സ്ത്രീകൾ ഓടിപ്പോയി, കർത്താവിനെ കാണുവാൻ സാധിക്കുന്നില്ല, അവൻ അവിടെ ഇല്ല എന്നുള്ള വസ്തുത അവർ അറിയിച്ചു. Do you know what Peter did? എന്താണ് പത്രോസ് ചെയ്തത് നിങ്ങൾക്കറിയാമോ? He left everybody and he ran back to the tomb and he saw with his own eyes the tomb is empty. നമുക്കറിയാം പത്രോസ് മറ്റുള്ള ശിഷ്യന്മാരെ എല്ലാം പുറകിലാക്കിക്കൊണ്ട് അതിവേഗത്തിൽ ആ കല്ലറയുടെ അടുക്കിലേക്ക് ഓടി. അവൻ ചെന്ന് നോക്കി, ആ കല്ലറ അവിടെ ഒഴിഞ്ഞതായിട്ട് കിടക്കുന്നതായിട്ട് കണ്ടു. And then over a period of time Jesus appeared to various of his followers. You remember that? നമുക്കറിയാം അതിനുശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പല സമയങ്ങളിലായി പ്രത്യക്ഷപ്പെടുകയും അവർക്ക് ദർശനം കൊടുക്കുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നു. And the followers were often waiting, when are we going to see Jesus again? When are we going to see him again? അങ്ങനെ ആ തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് വെളിപ്പെട്ടപ്പോൾ അവർ വീണ്ടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, ഇനി എന്നാണ് നമുക്ക് കർത്താവിനെ കാണുവാൻ സാധിക്കുന്നത്, ഇനി എന്നാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുവാനായിട്ട് പോകുന്നത്. And then Peter at some point said, I'm tired of this. Let's go and catch some fish. I guess they got hungry. അപ്പോൾ കർത്താവ് ഇങ്ങനെ വന്നും പോയും ഒക്കെ ഇരിക്കുകയാണ്. കർത്താവ് അവരോട് കൂടെ എപ്പോഴും ഇരിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾ ഈ പരിപാടി ഇങ്ങനെ നടന്നപ്പോൾ പത്രോസിന് മടുപ്പായി. പത്രോസ് പറഞ്ഞു, ഇത് ശരിയാകത്തില്ല, ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്, എനിക്ക് ഈ പരിപാടിയായിട്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. They rowed out and tried to catch fish and couldn't catch any. നമ്മൾക്കറിയാം അവർ പടക് കയറി പോയി പല വീശി മീൻ പിടിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അന്ന് അവർക്കൊന്നും പിടിക്കുവാൻ സാധിച്ചില്ല എന്നാണ് നമ്മൾ കാണുന്നത്. And then they saw a man standing there on the beach. എന്നാൽ അവർ നോക്കിയപ്പോൾ കടൽക്കരയിൽ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നതായിട്ട് അവർ കണ്ടു.
And the man said to them, throw in your nets on the left-hand side of the boat. അപ്പോൾ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പടകിന്റെ ഇടതുവശത്ത് നിങ്ങൾ വല വീശുക എന്ന് താൻ അവരോട് വിളിച്ചു പറഞ്ഞു. They throw in the net, and again the net was full of fish. അവരാ മനുഷ്യൻ പറഞ്ഞതുപോലെ പടകിന്റെ ഇടതുവശത്ത് വല വീശി വളരെ വലിയ ഒരു മീൻകൂട്ടം ആ വലയിൽ അകപ്പെട്ടു. And Peter cried out, it's the Lord, it's our Lord. അത് കണ്ടിട്ട് പത്രോസ് പറഞ്ഞു, അത് കർത്താവാകുന്നു, ആ നിൽക്കുന്നത് കർത്താവാകുന്നു എന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞു. And the Bible said he put on his clothes. നമ്മൾ കാണുന്നുണ്ട്, താൻ തന്റെ വസ്ത്രമെടുത്ത് അരക്കി കെട്ടി എന്ന് നമ്മൾ വായിക്കുന്നു. And he jumped out of the boat and he ran to Jesus where Jesus was. അവിടെ പത്രോസ് തന്റെ വസ്ത്രം അരക്കി കെട്ടിയിട്ട് ആ പടകിൽ നിന്ന് ചാടി, വെള്ളത്തിലേക്ക് ചാടി കർത്താവിന്റെ അടുക്കിലേക്ക് അതിവേഗം ഓടിച്ചെല്ലുകയാണ്. At that time Jesus already made a fire and they cooked some of the fish. അപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത്? അവർ വന്നപ്പോഴത്തേനും കർത്താവ് കരയിൽ ഒരു ചെറിയ ഒരു തീ കൂട്ടിയിട്ട് അതിന്മേൽ ചില മീനുകളൊക്കെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And then Jesus and Peter went a little bit aside. അപ്പോൾ പത്രോസിനെ വിളിച്ചുകൊണ്ട് കർത്താവ് അല്പം അങ്ങോട്ട് മാറി നിന്നു. And Jesus looked at Peter and he said to them, do you love me? പ്രിയമുള്ളവരെ, കർത്താവ് പത്രോസിനെ മാറ്റി നിർത്തിയിട്ട് തന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് അവനോട് ചോദിച്ചു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? And Peter said, yes Lord, I love you. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. And Jesus looked at him and says, feed my lambs. തന്നോട് കർത്താവ് മറുപടി പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക. And then he looked at Peter again and he said to them, Peter, do you love me? രണ്ടാമതും ഒരു പ്രാവശ്യം കർത്താവ് പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി തന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? Yes Lord, you know I love you. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അവിടുത്തേക്ക് അറിയാം, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Take care of my sheep. എൻ്റെ ആടുകളെ ശുശ്രൂഷിക്കുക, അവരെ പാലിക്കുക, കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു. A third time Jesus looked at Peter and says, do you love me? കർത്താവ് വീണ്ടും പത്രോസിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവനോട് ചോദിച്ചു, അതേ ചോദ്യം, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? And Peter got tearful and he said, Lord, you know everything. You know that I love you. അപ്പോൾ പത്രോസിന് അത് സഹിക്കുവാൻ സാധിക്കുന്നതിനപ്പുറമായിരുന്നു. പത്രോസ് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അവിടുന്ന് അറിയുന്നു, നിനക്ക് സകലവും അറിയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യവും അവിടുന്ന് അറിയുന്നു. Jesus looked at him and says, feed my sheep. കർത്താവ് വീണ്ടും അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക. So he restored Peter in that love relationship that he and Peter. നമുക്കറിയാം, പത്രോസിനെ വീണ്ടും താൻ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി, ആ സ്നേഹത്തോടുകൂടി, വളരെ അനുകമ്പയോടുകൂടി പത്രോസിനെ വീണ്ടും താൻ ആ വേലയിലേക്ക് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. Can you see Peter's life was a story of failure, നമുക്കറിയാം, പത്രോസിന്റെ of ജീവിതം, forgiveness. പത്രോസിന്റെ ജീവിതം ഒരു പരാജയത്തിന്റെ ജീവിതമായിരുന്നു, എന്നാൽ പാപക്ഷമയുടേതായിരിക്കുന്ന ഒരു അനുഭവത്തിന്റെ ജീവിതം കൂടിയായിരുന്നു തന്റെ ജീവിതം. And it ended up full of fire. Let's read Acts 2. എന്നാൽ തൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള കാര്യം നമ്മൾ വായിക്കുമ്പോൾ വളരെ തീക്ഷ്ണതയോടുകൂടി, എരിവോടുകൂടി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചായിരിക്കുന്ന ഒരു പത്രോസിനെ നമ്മൾ വീണ്ടും കാണുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. From verse 14 to 41. Can you read that for us? ഓക്കെ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3-ാം മണിനേരമേ ആയിട്ടുള്ളല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് അത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിലെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്ത ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും
മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ച് നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെടുമെന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അപ് ടു 41, right? 41, yeah. Okay. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ, എന്നാൽ അവൻ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തിക്കൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്നു. So here's this man that denied Jesus, but were forgiven. നമുക്കറിയാം, ഇവിടെ നമ്മൾ ഒരു മനുഷ്യനെ കാണുന്നു. തൻ്റെ പാപങ്ങളെ മോചിക്കപ്പെട്ടവനായിരിക്കുന്ന ഒരു മനുഷ്യൻ താൻ ഇവിടെ അത്ഭുതകരമായിരിക്കുന്ന രീതിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. But he was filled with fire. എന്നാൽ വളരെ അത്ഭുതകരമായിരിക്കുന്ന രീതിയിൽ തീക്ഷ്ണതയോടുകൂടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കുന്ന പത്രോസിനെ നമ്മളിവിടെ കാണുന്നു. He was filled with the fire of the Holy Spirit. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്റെ മേൽ വന്ന് ആ വളരെ എരിവോടുകൂടി തീക്ഷ്ണതയോടുകൂടി ആജ്ഞയാല് പ്രവർത്തനം ചെയ്യുന്നതായിരിക്കുന്ന പത്രോസ്. When Jesus left the earth, he said to his followers, "Go and wait for the helper." കർത്താവ് താൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാര്യസ്ഥന് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് അവരോട് പറയുകയുണ്ടായി. And as we know, the Holy Spirit came down on them. പ്രിയമുള്ളവരെ, നമുക്കറിയാം അവരുടെ മേൽ അങ്ങനെ കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ ആ കൂട്ടത്തിന്മേല് പരിശുദ്ധാത്മാവ് വന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. The Spirit of Jesus filled his followers. തൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാരെ നിറച്ചു, അവരിൽ വ്യാപരിച്ചു, അവരെ ആ രീതിയിൽ ബലപ്പെടുത്തി. Are you aware of the Holy Spirit in your life? പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ശക്തിയെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാണോ? ആ രീതിയിൽ നിങ്ങൾ ബോധമുള്ളവരാണോ? Are you filled with a fire from God? കർത്താവിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങളുടെ മേൽ വീണിട്ടുണ്ടോ? Yep. The conclusion is your story isn't over, is it? പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിന്റെ ചരിത്രം ഇനിയും അവസാനിച്ചിട്ടില്ല. You are still alive and so am I. നമുക്കറിയാം, നമ്മളിപ്പോഴും ജീവനോടുകൂടി ഈ ഭൂമിയിലായിരിക്കുന്നു. And we are filled with the Holy Spirit because that's what God promised us. കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്, നമ്മളെ നിറച്ചിരിക്കുകയാണ് വലിയവനായിരിക്കും ദൈവം. So use that Holy Spirit in you to tell people about God and about Jesus and about the Holy Spirit. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളുടെ ഉള്ളിൽ തന്നിരിക്കുന്നതായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി അവന്റെ ആ പ്രേരണയാൽ മറ്റുള്ള ആളുകളോട് സുവിശേഷം പറയുവാൻ, കർത്താവിനെ കുറിച്ച് പറയുവാൻ നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന മഹാനിയോഗം പൂർത്തീകരിക്കുവാനായിട്ട് നമ്മൾക്ക് ഒരുങ്ങാൻ ആവശ്യമുള്ളവരാണ്. I can look back at my life. എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എനിക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. And it's filled with failure. എനിക്കറിയാം, എൻ്റെ ജീവിതം ഞാൻ നോക്കുകയാണെങ്കിൽ വളരെയധികം പരാജയങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതം. But it's also filled with forgiveness. എന്നാൽ ആ പരാജയത്തിന്റെ നടുവിലുള്ള ദൈവത്തിന്റെ മഹാവിടുതലിനെ കുറിച്ച്, പാപക്ഷമയെക്കുറിച്ചും എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. And sometimes it's filled with fire. Filled with fire. Filled with fire.
Filled with fire. Okay. Filled with fire. ചില സമയങ്ങളിൽ എൻ്റെ ഉള്ളിൽ പകർന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയാൽ തീക്ഷ്ണതയാൽ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതായിരിക്കുന്ന കാര്യവും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. One day, my second oldest daughter got meningococcal disease. Okay. Brain disease. എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ഒരു ദിവസം തൻ്റെ ശരീരത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന തലച്ചോറിലുള്ളതായിരിക്കുന്ന ഒരു രോഗമുണ്ടായി. I took her to the doctor like all good parents would, isn't it? അപ്പോൾ നമുക്കറിയാം എല്ലാ നല്ല മാതാപിതാക്കളെയും പോലെ ഈ മകളെയും കൊണ്ട് ഞങ്ങൾ ഡോക്ടറുടെ അടുക്കലേക്ക് കൺസൾട്ടിങ്ങിനായിട്ട് പോയി. The doctor looked at her and said all she needs is a little bit of some sugar water. Sugar water. Yeah, just drink a bit of sugar water. അപ്പോൾ തന്നെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇവൾക്ക് ഇപ്പോൾ ആവശ്യം കുറച്ച് പഞ്ചസാര വെള്ളമാണ്, അത് കുടിക്കട്ടെ. As I took her back to the car, she actually passed out. Okay, passed out, right? Yeah. Okay. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വെളിയിലേക്ക് പോയപ്പോൾ അവർ ശ്രദ്ധിക്കുകയുണ്ടായി. Sorry. She died. Fainted. Okay. Fainted, Okay. yeah. She fainted. Yeah. അവൾ ബോധം കെട്ട് വീണു. Yeah. I took her to the hospital. ഞാൻ വീണ്ടും അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. When we got there, in God's grace, there was somebody that knew what was going on. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഈ കുട്ടിയെ കൊണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് അല്പം വിവരമുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. They had to do a lumbar punch, put a needle in her back to check some fluid. ഓക്കെ. അപ്പോൾ അവർ ആ മകളുടെ പുറകിൽ ഒരു നീഡിൽ കണക്ട് ചെയ്ത് കുറച്ച് ഫ്ലൂയിഡ് അവിടെ നിന്ന് ഡ്രോ ചെയ്യുവാനായിട്ട് ആ രീതിയിലുള്ള ഒരു ചെറിയ ക്രമീകരണം ചെയ്തു. But the doctor said to me, we can wait for the test, but I'm telling you, she's got meningococcal disease. അപ്പോൾ ഈ പറഞ്ഞതായിരിക്കുന്ന ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, എന്നാൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത് മെനിഞ്ചോ കൊറ്റേസ് എന്ന് പറയുന്നതായിരിക്കുന്ന പ്രത്യേക രോഗമായിരിക്കുവാനാണ് സാധ്യത. Let's start the treatment now. നമുക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് താൻ പറയുകയുണ്ടായി. If we're lucky, she'll live. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെടും, അവൾ ജീവിക്കുമെന്ന് താൻ പറഞ്ഞു. She probably will have brain damage. അപ്പോൾ ഒരു പക്ഷേ അവൾക്ക് ബ്രെയിനിന് അവളുടെ തലച്ചോറിന് അല്പമായിരിക്കുന്ന ക്ഷതമുണ്ടാകുവാൻ സാധ്യതയുണ്ട്, എങ്കിലും അവൾക്ക് ജീവിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും താൻ പറഞ്ഞു. We'll only know tomorrow morning. നമുക്ക് നാളത്തേക്ക് അതിൻ്റെ ഒരു സ്ഥിതി അറിയാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് താൻ പറഞ്ഞത്. Can you imagine that? I sat there the whole night praying and pleading with God. അന്ന് രാത്രി മുഴുവനും ഞാൻ ആ മകളുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി അഭയാചന കഴിച്ചുകൊണ്ട് സമയം ചെലവഴിച്ചു. And in God's grace and mercy, He gave me back my daughter. പ്രിയമുള്ളവരെ, വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ മഹാകരുണയാൽ ഞാൻ പറയട്ടെ, എൻ്റെ മകളെ ഞങ്ങൾക്ക് സൗഖ്യത്തോടെ തിരിച്ചു കിട്ടി. With no brain damage. ഒരു പ്രയാസവും അവൾക്കുണ്ടായില്ല, അവളുടെ തലച്ചോറിന് മറ്റൊരു യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല. She's married and got 2 children. അവൾ ഇപ്പോൾ വിവാഹിതയായി തനിക്ക് 2 കുട്ടികളുണ്ട്. My own grandchildren. എൻ്റെ കൊച്ചുമക്കള്, എനിക്ക് 2 പേര് ആ രീതിയിലുണ്ട്. I'm sure all of you has got a story in that vein. പ്രിയമുള്ളവർ, ഇതുപോലെയുള്ള പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. And we don't know the answers, do we? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അതിനെക്കുറിച്ച് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എന്താണ് അതിൻ്റെ ഉത്തരങ്ങൾ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല, മനസ്സിലാക്കുവാൻ സാധിക്കില്ല. There's people in my life that have a similar story, but the daughter or the son or the father or the mother died. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള അനുഭവങ്ങളുള്ള അനേക ആളുകൾ എനിക്കറിയാം. പക്ഷേ പല സമയങ്ങളിൽ അങ്ങനെയുള്ളവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. All we know, if they belong to the Lord, they will be with the Lord now. അപ്പോൾ അങ്ങനെ അവർ മരിച്ചുപോയെങ്കിലും അവർ കർത്താവിൻ്റെ മക്കളായതുകൊണ്ട്, ദൈവമക്കളായിരുന്നതുകൊണ്ട് അവർ ഇന്ന് ആ രീതിയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. And you and me know that we will one day be with the Lord. നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം നാം ഓരോരുത്തരും കർത്താവിനോട് കൂടി ആയിരിക്കും. We'll be aware of God there sitting on the throne. അവിടെ കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് നമ്മൾ കാണും, നാം അവനോട് കൂടെ ആയിരിക്കുമെന്ന്. We live in the light that comes out from His throne. തൻ്റെ ആ മുഖത്ത് നിന്ന് വരുന്ന, തൻ്റെ ആ സിംഹാസനത്തിൽ നിന്ന് വരുന്ന ആ പ്രകാശത്തിൽ നാം ഓരോരുത്തരുമായിരിക്കും. The river of life will flow from that
throne. ആ ജീവന്റെ നദിയുടെ ജലം ആ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ ഒഴുകുന്നതായിട്ട് നമ്മൾ കാണും. And we will have the name of the Lord written on our foreheads. നമ്മളുടെ നെറ്റിമേലെ കർത്താവിന്റെ നാമം എഴുതപ്പെടുന്നതായിരിക്കുന്ന ആ ഒരു സമയമായിരിക്കും അത്. And we will just be able to worship him day and night. അവനെ രാവും പകലും ഇടതടവില്ലാതെ എല്ലാ സമയങ്ങളിലും ആരാധിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സമയമായിരിക്കും അത്. We are looking forward to that day. പ്രിയമുള്ളവരെ, ആ ഒരു നല്ല ദിവസത്തെ, ആ ഒരു നല്ല നാളിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. So, if we look at Peter's story, it's full of mistakes. നമുക്കറിയാം, പത്രോസിന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം തെറ്റുകൾ നിറഞ്ഞ, പരാജയങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു തന്റെ ജീവിതം. He's restored by grace. എന്നാൽ തന്റെ ജീവിതത്തെ കർത്താവ് തന്റെ വലിയ കൃപയാൽ, കരുണയാൽ വീണ്ടും തിരികെ സ്ഥാനപ്പെടുത്തി. And he's empowered for a purpose. എന്നാൽ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തന്നെ ബലപ്പെടുത്തി, തന്നെ ആ രീതിയിൽ ശക്തീകരിച്ചു. So are your story. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതവും അത് തന്നെയാണ്, നിങ്ങളുടെ കഥയും അത് തന്നെയാണ്, and mine. എൻ്റെ കഥയും അത് തന്നെയാണ്, അപ്രകാരം തന്നെയാണ്. The key is you and me might have denied God, but he has not denied us. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും, ഞാനും നിങ്ങളും പലപ്പോഴും കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുള്ളവരാണ്, ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ കർത്താവ് നമ്മളെ തള്ളി പറഞ്ഞിട്ടില്ല, അവൻ നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. Know that regardless of who and what and where you are in your life, you can reach out to Jesus. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ പ്രകാരമുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, എങ്ങനെയുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, ഏത് രീതിയിൽ പ്രവർത്തിച്ച വ്യക്തിയായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വീണ്ടും കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരമുണ്ട്. അവൻ ആ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവനാണ്. Embrace, hug, stay close. കർത്താവിനോട് ചേർന്ന് അവനെ മുറുകെ പിടിച്ചുകൊണ്ട്, അവനെ ആലിംഗനം ചെയ്തുകൊണ്ട്, അവനെ വിടാതെ ആ രീതിയിൽ അവനുമായിട്ടുള്ള ഒരു ശരിയായിരിക്കുന്ന ആത്മബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോകുവാൻ ആവശ്യമുണ്ട്. And walk in your journey of faith. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്ര ആ രീതിയിൽ തീക്ഷ്ണതയോടുകൂടി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ശ്രമിക്കാം. God uses every chapter, every second of your life for his glory. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അധ്യായവും, ഓരോ ദിവസവും, ഓരോ നിമിഷവും വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്, അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഉപയോഗപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. And here's the key. Me and Auntie and Anna was recently on a Bible storytelling course, and at night we made a fire, and this is what the fire pit had written on it. Okay. In your language. Yes. അപ്പോൾ ഈ ബൈബിൾ സ്റ്റഡി ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ പ്രിപ്പറേഷനോടുള്ള ബന്ധത്തിൽ ഞാനും അതുപോലെ ഭാര്യയും അന്ന സഹോദരിയും കൂടെ ചില പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ ഒരു ഫയർ പിറ്റിൻ്റെ പടം ഞങ്ങൾ എടുത്തപ്പോൾ ആ പടത്തിൽ എഴുതിയിരുന്ന കാര്യം ഇതാണ്, വാക്യം ഇതായിരുന്നു. നമ്മൾക്ക് വളരെ പരിചയമുള്ള വാക്യമാണ് ഇത്. നിങ്ങളുടെ ലാംഗ്വേജിലും ഇവിടെ എഴുതിയിട്ടുണ്ട്. It was beautiful for me yesterday. You spoke in my life when you actually could all quote that. All the people that was here could say it off by heart. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞതായിരിക്കുന്ന ആ ക്ലാസ് നമ്മൾ നടത്തിയപ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വളരെ പരിചയമുള്ളതായിരിക്കുന്ന ഈ വാക്യം അത് പറയുകയും അത് ആ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുകയുണ്ടായി. Jesus laid down his life so that we can have eternal life. നമുക്ക് വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം ജീവനെ, നമുക്ക് നിത്യജീവൻ ലഭിക്കുവാനായിട്ട് തൻ്റെ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി തരുവാൻ കർത്താവ് മനസ്സ് കാണിച്ചു. Praise God. ഓ വലിയവനായിരിക്കുന്ന ദൈവത്തിന് മഹത്വം. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, you've made us aware of your grace and mercy yet again. We thank you for the life of Peter, where we can look back and understand how you've been gracious to a man that was so full of zeal, a man that made so many mistakes. Thank you, Lord, that we know the God of Peter is also our God. Amen. Heavenly Father, I pray for your people. I pray for the people in this congregation. Thank you that you know each one of them by name. You counted the hair on their heads. Will you be with them in their journey of life? Heavenly Father, I pray for all the people in India that love you and know you. Will you make them aware of the fire of the Holy Spirit within them?
Let them just draw near you every day. Yes, Lord, we are looking forward to you coming again with a reward in your hand, and where we can worship you day and night. We know, we confess that you are the Alpha and the Omega. And we sigh with the rest of the world, come, Lord Jesus, come quickly. Lord, will you forgive our many sins and be with us in Jesus' name. Amen.